Jason, I understand the urgency. And my team has been working on this sprint for the last 2 weeks. I'll personally review the code and push it to the production. Give me like 1 hour. Yeah, thanks. എന്റെ മീരെ നീ ആ ലാപ്ടോപ്പ് എന്നെടുത്ത് പൂട്ടി വെക്കാവോ? ആ ചെക്കനും കൂട്ടരും കുറച്ച് കഴിയുമ്പോ ഇങ്ങ് എത്തും. അവരുടെ മുമ്പിലെങ്കിലും ഈ ഓഫീസ് പണി ഒന്ന് മാറ്റി വെക്ക് നീ. അതോ ഇനി ആ പയ്യൻ വരുമ്പോഴും എസ് ജെയ്സൺ നോ ജെയ്സൺ എന്നും പറഞ്ഞിരിക്കാനാണോ ഭാവം? അമ്മേ, ഇതൊരു ഇന്റർനാഷണൽ ഡെലിവറിയാണ്. ആൻഡ് ഞാനിവിടെ ഒരു 5 മിനിറ്റ് വൈകിയാലുണ്ടല്ലോ ആ US-ലെ ക്ലയന്റ് എന്റെ ടീമിനെ നെഞ്ചത്തോട്ട് കയറും. പിന്നെ അമ്മയ്ക്ക് അറിയാലോ ഞാൻ എന്ത് ശമ്പളം വാങ്ങുന്നെന്നുള്ളത്. നിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പെണ്ണ് കാണാൻ വരുന്ന കൂട്ടര് ചോദിക്കും പെണ്ണിന് പാചകം അറിയാവോ, വീട്ടുപണി അറിയാവോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞാ മതിയോ പെണ്ണിന് US ക്ലയന്റിന്റെ നെഞ്ചത്തോട്ട് കയറാൻ അറിയാവുന്ന? മതിയോ? ഓ, അങ്ങനെ അല്ല അമ്മ. ഇതിപ്പോ എത്രാമത്തെ ആളാണ്? 99. ഇനി ഒരാളും കൂടെ ആയ സെഞ്ചുറി അടിക്കും. ഈ കല്യാണ പരിപാടി ഒന്ന് വെച്ച് നിർത്താവോ? മോളെ മീരെ, ഈ കരിയറിൽ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അച്ഛനതിൽ സന്തോഷം തന്നെ ഉള്ളൂ. പക്ഷേ ഈ പ്രായം എന്ന് പറയുന്നത് നിന്റെ ഈ ലാപ്ടോപ്പിലെ ബാറ്ററി പോലെയാണ്. സമയം കഴിയും തോറും അതിൽ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് 10-26 വയസ്സായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റുകളുടെ ലിസ്റ്റും കൂടിക്കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ അവരോടൊന്ന് സംസാരിക്കേ. അച്ഛാ, ഈ കരിയറിന്റെ പെർഫെക്ഷൻ ജീവിതത്തിൽ വേണോന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? പിന്നെ ആ കഴിഞ്ഞ ആഴ്ച വന്ന പയ്യനെ ഓർമ്മയുണ്ടല്ലോ, അവൻ എന്താ ആദ്യം പറഞ്ഞത്? ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയെ വേണമെന്ന്. അവസാനോ കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരാളെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്. ഈ പ്രഹസനം ഒന്ന് നിർത്തിക്കൂടെ അച്ഛാ? എന്റെ മോളെ, എല്ലാ ആളുകളും ഒരുപോലെയാണോ? ഇന്ന് വരുന്ന ഈ പയ്യന്റെ കൂട്ടര് എത്ര നല്ല കുടുംബക്കാരാണെന്ന് അറിയാവോ? അതുകൂടാതെ അവൻ ഏതോ നല്ല IT കമ്പനിയിൽ ജോലിയുണ്ട്. പിന്നെ അവൻ എന്തോ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നാ കേട്ടെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാവുമല്ലോ. എനിക്ക് ഓൾറെഡി വർക്ക് സ്ട്രെസ്സിലിരിക്കുമ്പോൾ അവന്റെ കൂടെ ഇറങ്ങി റീൽസ് ചെയ്താൽ മതിയല്ലോ. നീ ആളെ കാണുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും തീരുമാനിക്കല്ലേ. ജീവിതം എന്ന് പറയുന്ന ഒരു തരം എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. എല്ലാ റിസ്ക്കും ചിലപ്പോൾ നമുക്കൊരു 100% ഓക്കെ ആവണമെന്നില്ല. ചിലപ്പോൾ ഈ വൈഭവ് തന്നെയാണെങ്കിലോ നിന്റെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ബെസ്റ്റ് ലൈഫ് പാർട്ട്ണർ. അച്ഛാ, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് വന്നാ, എന്റെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വന്നാ ഞാൻ എസ് പറയും. പിന്നെ ഈ നാട്ടുകാരെന്തു പറയും, വീട്ടുകാരെന്തു പറയും എന്നൊക്കെ ഓർത്തിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആവറേജ് ലൈഫൊന്നും ഡീൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാനിപ്പോൾ പോയിട്ട് റെഡി ആയിട്ടൊക്കെ വരാം. ഈ ചായ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാനേ ഹാൻഡിൽ ചെയ്തോളാം. കണ്ടില്ലേ നിങ്ങളുടെ മോടെ സ്വഭാവം? ഒന്നിനൊരു വിട്ടുവീഴ്ചയില്ല. ഇവളെ കെട്ടുന്നവന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നീ പേടിക്കണ്ടേ, ഇവളെ ഒതുക്കാൻ പറ്റിയ ഒരുത്തനെ എവിടെയെങ്കിലും കാണും. നമുക്ക് നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് റെഡിയാവും, അവരെത്താറായി. ചെല്ല്. എന്താടി ചായയിൽ വിഷം കലക്കിയൊരു ഭാവം? ഇതിനു മാത്രം കടുപ്പിച്ചിരിക്കാൻ എന്തുണ്ടായി? നിന്റെ ആ 99ാമത്തെ ചെക്കനും ഔട്ടായോ? അതോ നീ സ്ഥിരം ചെയ്യാറുള്ള പോലെ അവന്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ലാന്നോ? ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് അവനെ റിജക്ട് ചെയ്തോ? എടി, അതല്ലടി കാര്യം. നിനക്ക് എപ്പോഴും എല്ലാം ഒരു തമാശയാണ്. സംഭവം അതൊന്നും അല്ല. 100ാമത്തെ ആലോചന വന്നിരുന്നു. വാവ്, സെഞ്ചുറി അടിച്ചോ? ഇപ്രാവശ്യം എന്ത് പറ്റി? നിന്റെ ഹൈ ക്വാളിഫിക്കേഷൻ ഒക്കെ കണ്ട് പുള്ളി തല ഇറങ്ങി വീണിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നീ ഒന്ന് കേക്ക് അഞ്ജലി. അതെ, നമ്മുടെ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യൻ കൊച്ചിയിൽ IT-യില. കൂടെ ഫ്രീലാൻസ് ആയിട്ട് മ്യൂസിക് എന്തൊക്കെയുണ്ട്. പാവ അമ്മ നിർബന്ധിച്ചപ്പോൾ ഞാൻ അവന്റെ പ്രൊഫൈൽ കയറി നോക്കി. ഒരു ആവറേജ് IT പയ്യൻ. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതായിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു ഇത്തവണ കാര്യമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാന്ന്. പക്ഷെ എന്ത്? നീ സാധാരണ കാണിക്കാറുള്ള നിന്റെ ഹൈ പ്രൊഫൈൽ ആറ്റിറ്റ്യൂഡ് കണ്ടാവും പേടിച്ചോ? അതോ നീ സാധാരണ ചെയ്യാറുള്ള പോലെ ചായ കിട്ടുന്നതിന് മുന്നേ അവനെ റിജക്ട് ചെയ്തോ? അല്ലടി, ഞാൻ റിജക്ട് ചെയ്തല്ല, അവൻ എന്നെ റിജക്ട് ചെയ്തു. യെസ്, ഹി റിജക്റ്റഡ് മീ. എന്റെ ദൈവമേ, നീ കള്ളം പറയല്ലേ? ചെറുപ്പം മുതലേ കമ്പനിയിൽ പ്രമോഷൻ വരെ
എപ്പോഴും ഫസ്റ്റ് അടിച്ച ഇന്നേ വരെ ആരടുത്തുനിന്ന് നോ കേട്ടിട്ടില്ലാത്ത നമ്മുടെ മീരയെ ഒരുത്ത് റിജക്റ്റ് ചെയ്യാനോ? ഹിസ്റ്ററിയിൽ ഇതൊരു ചരിത്ര നിമിഷം തന്നെ. എനിക്ക് ആ ചെക്കനെ ഒന്ന് കാണണമല്ലോ. അവനെടുക്കത്തെ ധൈര്യമാണല്ലോ. ഇതിന് മാത്രം ചിരിക്കാനായിട്ട് എന്താ ഉള്ളത്? ജാതകം ചേരുന്നില്ലെന്നാ അവന്റെ അമ്മ എന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. എനിക്ക് ഈ ജാതകത്തിലും ചൊവ്വാദോഷത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. അവൻ മനഃപൂർവ്വം എന്തോ ഒരു കാരണം കണ്ടുപിടിച്ചെന്നെ വേണ്ടാന്ന് പറഞ്ഞതാണ്. അതിന് നീ എന്തിനാടി ഇത്ര ഈഗോ അടിക്കുന്നത്? ജാതകം ചേരാത്തത് എത്രയോ പേർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ്. അത് പോട്ടേന്ന് വെക്ക്, അടുത്ത ആളെ നോക്കാം. അങ്ങനെ പോട്ടേന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല അഞ്ജലി. എന്റെ കരിയർ ഗ്രാഫ് കണ്ടിട്ടുണ്ടോ നീ? ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യം പോലും എന്റെ ലൈഫിൽ ഫെയിൽ ആയിട്ടില്ല. എന്നെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് എന്താ ഒരു കുറവ്? ഭംഗിയില്ലേ? നല്ല ജോലിയില്ലേ? അതോ കുടുംബ മര്യാദയില്ലേ? മീരെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കല്യാണം എന്ന് പറയുന്നത് നിന്റെ ഓഫീസിലെ KPI മാച്ച് പോലെയല്ല. ചിലപ്പോ നിന്റെ ഈ പെർഫെക്ഷൻ സ്വഭാവം കണ്ടിട്ട് അവൻ വിചാരിച്ചു കാണും ഇവളുടെ കൂടെ ജീവിച്ച എന്റെ സമാധാനം പോകുന്നു. ആ സമാധാനക്കേട് എന്താന്ന് അവൻ എന്നോട് നേരിട്ട് പറയണം. അല്ലാതെ ഈ ജാതകത്തിന്റെ പുറകിൽ ഒളിക്കുകയൊന്നും അല്ല വേണ്ടത്. എനിക്ക് അവനെ നേരിട്ട് കാണണം. എന്തിനാ എന്നെ വേണ്ടാന്ന് വെച്ചതെന്ന് അവന്റെ നാക്കിന്ന് തന്നെ എനിക്ക് കേൾക്കണം. ഐ നീഡ് എ വാലിഡ് ആൻസർ. അല്ല, നീ ശരിക്കും അവന്റെ ഫ്ലാറ്റിൽ പോയിട്ട് നേരിട്ട് പോയി ചോദിക്കാൻ പോകണോ? ഡോണ്ട് ബി ക്രേസി മീര. അത് വളരെ ഓക്വേർഡാണ്. ഓക്വേർഡും ഇല്ല, ഒരു മണ്ണാൻ കട്ടയും ഇല്ല. അവനെ എന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. കണ്ടിട്ടെ എന്റെ മുഖത്ത് നോക്കി റിജക്ട് ചെയ്യട്ടെ. അല്ലാതെ ഉടായിപ്പ് ജാതക കഥയൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഭഗവാനെ, അവളെ നീ തന്നെ കത്തേക്കണേ. ആ എന്താ മോളെ, 100ാം താലതിനും ചെക്കൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ചേട്ടനിങ് വന്നേ. ഇങ്ങോട്ടാ? ചേട്ടനിങ് എന്താ മോളെ, ലിഫ്റ്റിലാ? ഇവിടെ പട്ടിക്കാട്ടില് നമുക്ക് പരിചയത്തിലൊരു പയ്യനുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ചേട്ടൻ കേറ്. ലിഫ്റ്റിലെയോ? മീരയല്ലേ അപ്പുറത്തെ ഫ്ലാറ്റിലെ മാധവന്റെ മോള്? അതെ, മീരയാണ്. സിദ്ധാർത്ഥല്ലേ? സിദ്ധുവിനെയോ? അവനകത്തുണ്ട് മോളെ, മോളിരിക്കേ. ഇരിക്കാനൊന്നും എനിക്ക് സമയമല്ല ആൻറ്റി. എനിക്ക് അവളോട് 2 വർത്താനം പറയാനുണ്ട്. ഹലോ മീര, വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ഇരിക്കും. എനിക്കിരിക്കാൻ സൗകര്യമില്ല. ഞാനിങ്ങോട്ട് വന്നത് ഒരു കാര്യം ചോദിക്കാനാണ്. നമ്മൾ തമ്മിലുള്ള ആലോചന വന്ന സമയത്ത് താനെന്തിനാ നോ പറഞ്ഞത്? വീട്ടുകാരോട് ജാതകം ചേരില്ലെന്ന് നുണ പറഞ്ഞ എന്തിനാ? വാട്ട്സ് റോങ് വിത്ത് മൈ പ്രൊഫൈൽ? അയ്യോ മീര, തൻ്റെ പ്രൊഫൈലിൽ ഒരു കുഴപ്പമില്ല. ഇൻഫാക്ട് താനൊരു ഓവർ അച്ചീവറാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. ഓഹോ, അപ്പൊ പെണ്ണുങ്ങൾ കൂടുതൽ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ഇവിടുത്തെ പുരുഷന്മാർക്ക് ഇപ്പോഴും ദഹിക്കില്ലല്ലേ? നിനക്ക് എന്നെക്കാളും ശമ്പളം കുറഞ്ഞതിന്റെ ഈഗോ ആണ് സിദ്ധാർത്ഥ്. അതോ എന്റെ കരിയർ ഗ്രോത്ത് കണ്ട് പിടിക്കാത്തയാണോ നിനക്ക്? ഏയ്, നീ ചുമ്മാ ഈ പവിത്ര സിനിമയിലെ തിലകനെ പോലെ സംസാരിക്കില്ല. എൻ്റെ അമ്മയുണ്ടല്ലോ, എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ആ ഈഗോ ട്രാക്കൊന്നും ഇവിടെ വർക്കാവില്ല. പിന്നെ നമ്മൾ ഒരേ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് മീരയ്ക്ക് ഓർമ്മയുണ്ടോ? കോളേജിലോ? ഞാൻ നിന്നെ ഓർക്കുന്നില്ല. ഓർക്കില്ല, കാരണം നിന്റെ കണ്ണെപ്പോഴും ആ നോട്ടീസ് ബോർഡിലെ ടോപ്പേഴ്സ് ലിസ്റ്റിലായിരുന്നു. മീരയ്ക്ക് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.5 CGPA, പ്രോജക്ട് സബ്മിഷൻ, ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിലെന്താ തെറ്റ്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന എനിക്ക് കരിയർ ഫോക്കസ് ചെയ്യുന്നത് ലക്ഷ്യമായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ നിലയ്ക്കെത്തിയത്.
ഈ കരിയർ നോക്കുന്ന ഒരു കുറ്റമൊന്നുമല്ല മീര, അതെല്ലാവരും ചോയ്സാണ്. പക്ഷേ എൻ്റെ ചോയ്സ് അതല്ലായിരുന്നു. എനിക്ക് കോളേജിൽ നിന്നാൽ ഈ ക്യാൻറ്റീനിലെ ചർച്ചകളും കലോത്സവത്തിലെ തല്ലും ഈ ആർക്കും കേൾക്കാൻ വയ്യാത്ത പാട്ടുകളുണ്ടാക്കലും അതൊക്കെയായിരുന്നു. നീ കഴിഞ്ഞ 5 വർഷം ഈ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് താമസിച്ചിട്ടും ഒരിക്കൽ പോലും നീ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഫ്രീ ആയിരുന്നു ചായ കുടിക്കും ഞാൻ കണ്ടിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എപ്പോഴും ഫോണിൽ മീറ്റിംഗ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നിയിരിക്കണത് നീ ജീവിക്കാൻ മറന്നുപോയ ഒരു റോബോട്ടിനെ പോലെയാണെന്നാ. റോബോട്ടോ? സി യു ഹാവ് നോ റൈറ്റ്സ് ടു ജഡ്ജ് മീ സിദ്ധാർത്ഥ്. ഞാൻ എൻ്റെ ലൈഫ് കൃത്യമായി പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതിനെ റോബോട്ടൊന്ന് വിളിച്ച് കളിയാക്കാൻ നിനക്ക് എന്താ അവകാശം? നിന്നെ പോലെ ലക്ഷ്യമില്ലാതെ ഗിറ്റാറും വായിച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ആ കണ്ടോ, ഇതാണ് തൻ്റെ പ്രശ്നം. എടോ, തൻ്റെ പ്ലാനിങ്ങിന് പുറത്തുള്ളതെല്ലാം താൻ ലക്ഷ്യമില്ലായ്മയായിട്ടാണ് കാണുന്നത്. എനിക്കും ലക്ഷ്യമുണ്ട് മീര, പക്ഷേ അതെൻ്റെ ഓഫീസിലെ പോലെ ഡെഡ് ലൈൻ വെച്ചിട്ടല്ല. എൻ്റെ സമാധാനമാണ് എൻ്റെ ലക്ഷ്യം. എടാ, തനിക്കൊരു കാര്യം അറിയൂ, നമ്മൾ രണ്ടുപേരും 2 സ്പീഡിലോടുന്ന 2 വണ്ടികളാണ്. താനൊരു റേസ് കാറാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വശത്ത് കൂടെ സമാധാനപരമായി ഇരുന്ന് പോകുന്നൊരു സൈക്കിളാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തൻ്റെ സ്പീഡിനൊപ്പം എത്താൻ പറ്റൂല, താനാണെങ്കിൽ എനിക്ക് സ്പീഡ് കുറവെന്ന് പറഞ്ഞ് അസ്വസ്ഥയാവും ചെയ്യും. അതുകൊണ്ട് ചുരുക്കത്തിൽ വി ആർ എ പെർഫെക്റ്റ് മിസ്മാച്ച് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്, അല്ലാതെ ഞാൻ തന്നെ റിജക്ട് ചെയ്തതല്ല. നമ്മൾ രണ്ടുപേരും രക്ഷിച്ചതാ. പെർഫെക്റ്റ് മിസ്മാച്ചോ? വളരെ നല്ലൊരു വാക്ക്. അപ്പൊ ഞാൻ വെറും ഒരു മെഷീൻ, നീ ജീവിതം ആസ്വദിക്കുന്ന വലിയൊരു ഇന്റലക്ച്വൽ അല്ലേ സിദ്ധാർത്ഥ്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല മീര. നീ അത് തന്നെയാ ഉദ്ദേശിച്ചത്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഒരു തെറ്റാണ് സിദ്ധാർത്ഥ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ 28ാമത്തെ വയസ്സിൽ ഒരു കമ്പനി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയതേ വെറുതെ അല്ല. എന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാരെ ഇവിടെ റീൽസ് ചെയ്തും കറങ്ങി നടന്ന് സമയം കളയുമ്പോൾ ഞാൻ ഉറക്കം ഒളിച്ചിരുന്ന് കോഡിംഗ് പഠിക്കുകയായിരുന്നു. അതിനെയാണോ നീ ഈ റോബോട്ടിക് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? മീര, ഞാൻ നിന്റെ ഹാർഡ് വർക്കിനെയോ സക്സസിനെയോ റെസ്പെക്ട് ചെയ്യാതിരുന്നിട്ടില്ല. അത് മാത്രമല്ല, നീ നേടിയതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ വലിയ ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നീ നിനക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ? ഒരു ലക്ഷ്യമില്ലാതെ, ഒരു ഡെഡ് ലൈനും ഇല്ലാതെ, ഒരു കാപ്പി പിടിച്ചുകൊണ്ട് വെറുതെ ഒരു മഴയെ നോക്കിയിരുന്നുണ്ടോ? എനിക്കതിനുള്ള സമയമൊന്നുമില്ല. എന്താ മീര, ചായ കുടിക്ക്. എന്താ കുടിച്ചോ മീര, എന്തെങ്കിലും വിഷമൊന്നുമില്ല. പിന്നെ ഡെഡ് ലൈൻ ഒന്നുമില്ല, സാവധാനം കുടിച്ചാൽ മതി. നീ പറഞ്ഞത് ശരിയാണ് സിദ്ധാർത്ഥ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ശരിക്കും ഓടുകയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ലാപ്ടോപ്പ് അടയ്ക്കുന്നത് വരെ ടാർജറ്റ് മാത്രമാണ് മനസ്സിൽ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പോലും എന്നോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം ഞാനെപ്പോഴും സ്ട്രെസ്ഡാണ്. ഒന്ന് തോറ്റുപോയാൽ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ജീവിതം തീർന്നു പോകുമെന്നുള്ളൊരു ഭയമായിരുന്നു എനിക്ക്. മീര, ആ ഭയം തന്നെയാണ് തന്നെ കൊണ്ട് 99 ആലോചനകളും വേണ്ടെന്ന് വെപ്പിച്ചത്. നിന്റെ പെർഫെക്റ്റ് ചെക്ക് ലിസ്റ്റിൽ ഒതുങ്ങാത്ത ഒന്നിനെയും നീ നിന്റെ ലൈഫിലേക്ക് അടുപ്പിച്ചില്ല. എന്നെക്കാൾ സാലറി ഉള്ള, ഒരുപക്ഷെ എന്നെക്കാളും വലിയ പ്രൊഫൈലുള്ള ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാനും വാശി പിടിച്ചു. പക്ഷെ നീ എൻ്റെ പ്രൊഫൈല് നോക്കിയില്ല. പകരം ഞാനെന്ന വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കി. എൻ്റെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ പോലും കാണാൻ പറ്റാത്ത ജീവിതമില്ലായ്മ താൻ ഒറ്റ നോട്ടിൽ തന്നെ കണ്ടുപിടിച്ചു. നീ എന്നെ വേണ്ടാന്ന് വെച്ചപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യം വന്നത്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നീ എടുത്തത് കറക്റ്റ് തീരുമാനമായിരിക്കും. മീര, ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് പാർട്ണർഷിപ്പ് അല്ല. നമ്മൾ ഈ ഓഫീസിലെ സ്ട്രെസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സമാധാനമായിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരാളെങ്കിലും വേണം അല്ലേ?
ഇപ്പം നമ്മളിപ്പോൾ ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു കരിമീൻ വറുത്തത് അതിപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാലും അതിനെ ചൊല്ലി വഴക്കിടാതെ ചിരിച്ചുകൊണ്ട് പെരുമാറാൻ കഴിയുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ വേണ്ടേ? ഈ വെറും ഒരു ഭാര്യയും ഭർത്തമായ പോരല്ലോ, നല്ലൊരു സുഹൃത്തു കൂടി ആവണ്ടേ? അപ്പൊ നിന്റെ ഈ കരിയറിനെക്കാളും പ്രധാനം നിന്റെ ഈ ഗിറ്റാറും സമാധാനവും ഒക്കെയാണോ? തീർച്ചയായും. നമ്മുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടും ഉറങ്ങാതിരിക്കണേക്കാളും ബെറ്റർ ആണല്ലോ 500 രൂപയുള്ളെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. താങ്ക്സ് സിദ്ധാർത്ഥ്. ആക്ച്വലി എൻ്റെ ഈഗോ കാരണം ഞാനിങ്ങോട്ട് വലിഞ്ഞേറി വന്നതാണ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് മത്സരബുദ്ധിയോടെ അല്ലാതെ എന്നെ നോക്കി കാണുന്നത്. എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കാൻ താൻ എനിക്കൊരു കാഴ്ചപ്പാട് തന്നു. സോ ഞാനൊരു കാര്യം ചെയ്യാം. തൻ്റെ 99 പെർഫെക്റ്റ് അക്കൗണ്ട് തകരാതിരിക്കാൻ ഞാൻ വീട്ടുകാരെ വിളിച്ച് പറയാം. നീയാണ് എന്നെ റെജക്ട് ചെയ്തത് പോരെ? അതിനിപ്പോൾ ജാതകത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല സിദ്ധാർത്ഥ്. ചില തോൽവികൾ ജയത്തെക്കാളും നല്ലതാണെന്ന് ഞാനിപ്പോൾ പഠിച്ചു. അതുകൊണ്ട് വീട്ടുകാരോട് താ സത്യം തന്നെ പറഞ്ഞോളൂ, തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെയെങ്കിലും എൻ്റെ അഹങ്കാരത്തിന് കുറച്ച് കുറവ് വരട്ടെ. ഏയ് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല മീര, നമ്മൾ തമ്മിൽ ചേരില്ല, അതാണ് സത്യം. പക്ഷേ ഒരു അപ്പുറത്തെ ഫ്ലാറ്റിലെ അയൽക്കാരനായിട്ട് ഈ സിദ്ധാർത്ഥിനെ കൂട്ടാലോ? അല്ല, ഈ എപ്പോഴെങ്കിലും റേസ് കാറൊക്കെ ഓടിച്ച് തളരുമ്പം ഈ സൈക്കിളുകാരൻ്റെ കൂടെ ഒരു ചായയൊക്കെ വേണമെങ്കിൽ കുടിക്കാൻ വരാം. ഷുവർ സിദ്ധാർത്ഥ്. ഇനി മുതൽ ആഴ്ചയിലൊരിക്കൽ ലാപ്ടോപ്പ് ഒക്കെ പോയിട്ട് വെച്ച് ഞാൻ വരാം ഈ ഗിറ്റാർ വായന കേൾക്കാൻ. യു ആർ ഓൾവേസ് വെൽക്കം. സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ, സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് ഞാൻ. പകലുകളായ അതിശയ പ്രേമത്തെ